നമസ്കാരം. പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിൽ ഉത്തർപ്രദേശിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് 2 മാസത്തോളം ഉത്തർപ്രദേശിൽ കുംഭമേള നടന്നത്. 64 കോടിയോളം ഭക്തർ കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ അവർ തന്നെ ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയിടാൻ 50 ലക്ഷത്തിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ വർഷവും തിരുവനന്തപുരത്തെത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതായത് തിരുവനന്തപുരത്ത് എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയിടാൻ ഭക്തരുടെ എണ്ണം ഓരോ വർഷവും കൂടുമ്പോഴും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ആറ്റുകാൽ ഉത്സവം ഒരർത്ഥത്തിൽ ഒരു കുംഭമേള പോലെയാണ്. തേങ്ങ, വാഴയില തുടങ്ങിയവ ഉൾപ്പെടുന്നു. വസ്ത്രം മാത്രം ഒരാളിന് 500 മുതൽ 2000 രൂപ വരെ ചെലവ് വരും. 40 ലക്ഷം മുതൽ 50 ലക്ഷം വരെ മൺകലങ്ങൾ, പാത്രങ്ങൾ ഉൾപ്പെടെ ചെലവാകും. ഇനി അടുത്തത് ചൂടുകാലമാണ്. അതായത് ഇപ്പം ചൂടുകാലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം കുടിവെള്ളം കുപ്പികളടക്കം ചെലവാകും. കുപ്പിവെള്ളത്തിന് കുറഞ്ഞത് 25 ലക്ഷം ബോട്ടിലെങ്കിലും ചെലവാകും. കുപ്പിവെള്ളം ഹോൾസെയിൽ വിലയായി 7.50 രൂപയാണ് വിൽക്കുന്നത്. അത് നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്ത് പുറത്ത് കൊണ്ട് വിൽക്കുമ്പോൾ 20 രൂപയ്ക്ക് നമ്മൾ വിൽക്കും. അങ്ങനെ നോക്കുമ്പോൾ ലാഭം 25 ലക്ഷം. കൂടാതെ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, ചൂടിനെയൊക്കെ ഒന്ന് തണുപ്പിക്കാനുള്ള രീതിയിലേക്കുള്ള തണുത്ത ഓരോ ഡ്രിങ്ക്സുകളും കൂൾ ബാറുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതടക്കം വലിയ രീതിയിൽ ഒരു വിൽപ്പന തന്നെ നടക്കും. കൂടാതെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വരുന്നവർ പൂവ്, ഹാരം, സാമ്പ്രാണി, ആൽരൂപം, കർപ്പൂരം എന്നിവ നടയിൽ സമർപ്പിക്കാൻ വാങ്ങും. കൂടാതെ ലോട്ടറികളുടെ വിൽപ്പന തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. കുട്ടികൾ കളിപ്പാട്ടം, ഒരു കൊച്ചുകുട്ടികളടക്കം കളിപ്പാട്ടങ്ങൾ ഇഷ്ടംപോലെ, ഹൈഡ്രജൻ ബലൂൺ ഉൾപ്പെടെ ഓരോ രീതിയിലുള്ള ബലൂണുകൾ, കളിപ്പാട്ടങ്ങൾ, ബസ്സുകൾ, അങ്ങനെ കളിക്കോപ്പുകൾ വലിയ രീതിയിൽ ഈ ഉത്സവ വിപണിയിൽ വിറ്റഴിക്കുന്നുണ്ട്. തട്ടുകടകളിലേക്കും മറ്റ് കടകളിലേക്കും വിൽപ്പന, ഐസ്ക്രീം വിൽപ്പന, ചായകൾ, അങ്ങനെ ലഘുഭക്ഷണങ്ങൾ തകൃതിയായി തന്നെ അവിടെ വിൽപ്പന നടക്കുന്നുണ്ട്. ഇനി ട്രാൻസ്പോർട്ട് ബസ്സിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്താൻ വേണ്ടിയും പരിസര പ്രദേശങ്ങളിലേക്ക് എത്താൻ വേണ്ടിയും KSRTC ചെയിൻ സർവീസുകൾ ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്നും, തമ്പാനൂരിൽ നിന്നും, നെടുമങ്ങാട് നിന്നും, നെയ്യാറ്റിൻകരയിൽ നിന്നും അടക്കം വിവിധ ഡിപ്പോകളിൽ ചെയിൻ സർവീസുകൾ KSRTC ബസ് ഏകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും KSRTCക്ക് വലിയ രീതിയിൽ ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഇതിലുണ്ടാകും. ഇത് മുതൽ റെയിൽവേക്ക് ലഭിക്കുന്നതും കോടികളുടെ വരുമാനമാണ്. കാരണം ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയോടനുബന്ധിച്ച് തലേ ദിവസം മുതൽ തന്നെ റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ ഇറക്കുന്നുണ്ട്. ഓരോ സ്റ്റോപ്പുകളും റെയിൽവേ സ്പെഷ്യൽ സ്റ്റോപ്പുകൾ റെയിൽവേ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ഇന്ത്യൻ റെയിൽവേക്കും കിട്ടും. നഗരത്തിലെ ഓട്ടോ ഓടുന്ന വരവുകൾ വർദ്ധിക്കുന്നു. ഉത്സവകാലത്ത് 10 ദിവസം 1 കോടി ആളുകൾ ചെലവാക്കുന്നത് ഏകദേശം ഒരു 3000 കോടി രൂപയിൽ വരെ എത്തി നിൽക്കും. ഈ ഒരു മണി സർക്കുലേഷൻ എക്കോണമി ഹിന്ദു ഉത്സവങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കൂ. സാധാരണക്കാരൻ മുതൽ വലിയ ബിസിനസ്സുകാരൻ വരെ ആറ്റുകാലമ്മയുടെ പേരിൽ പണം ലഭിക്കുന്നത്. അതായത് ഒരു ഉത്സവത്തിൻ്റെ പേരിൽ ഒരുപാട് പണങ്ങൾ, ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.